എന്തായാലും സി എയെ ബംഗാൾ പിടിക്കാൻ എന്നുള്ളതല്ല സി എയുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അതായത് ആയിരക്കണക്കിന് അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുക എന്നത് തന്നെയാണ് സി എയുടെ ലക്ഷ്യം. അത് നരേന്ദ്രമോദി ഇന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ്. വിഭജനത്തിന്റെ ഇരകൾക്കാണ് പൗരത്വം നൽകുന്നത്. അത് വിഭജനത്തിന്റെ ഇരകൾ അത് ഏത് മണ്ഡലത്തിൽപ്പെട്ടവരാണ്, ആ മണ്ഡലത്തിൽ അതുമൂലം വോട്ട് കിട്ടുമോ എന്നത് നോക്കി നൽകാനുള്ള ഒരു പരിഷ്കാരമായോ അല്ലെങ്കിൽ ഒരു നിയമം നടപ്പാക്കലായോ ഞാൻ കരുതുന്നില്ല. എന്തായാലും തുടക്കത്തിൽ പൗരത്വം നൽകിയിരിക്കുന്നത് ബംഗാളിൽ നിന്നുള്ളവർക്കല്ല എന്നതും അങ്ങേക്ക് അറിയാമല്ലോ. രാജസ്ഥാൻ, യു പി, അസം എന്നീ 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഈ പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറിയിരിക്കുന്നത്. കൂടുതലും അപേക്ഷകരും ആ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. ഇതിൽ കൃത്യമായ സംവിധാനങ്ങളോട് കൂടിയാണ് ഈ പൗരത്വം നൽകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപേക്ഷകൾ പരിഗണിക്കുന്നത് ജില്ലാതല സമിതിയാണ്, അല്ലാതെ BJPയുടെ ജില്ലാ കമ്മിറ്റിയല്ല. പരിശോധനകൾ നടത്തുന്നത് സംസ്ഥാനതല സമിതിയാണ്. പൗരത്വം നൽകുന്നത് സെൻസസ് ഡയറക്ടർ ജനറൽ അധ്യക്ഷനായിട്ടുള്ള ഒരു കേന്ദ്ര സമിതിയാണ്. അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ തന്നെ.